ഹലോ ലേണേഴ്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 11 ബിസിനസ് സ്റ്റഡീസിന്റെ ചാപ്റ്റർ 9 ആണ്. ദാറ്റ് ഇസ് സ്മോൾ ബിസിനസ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്താണ് ഒരു ബേസിക്കലി സ്മോൾ ബിസിനസ് എന്ന് പഠിക്കുന്നു. അതേപോലെ സ്മോൾ ബിസിനസ്സുകളുടെ പ്രത്യേകതകൾ എന്താണ്, സ്മോൾ എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ഇന്ത്യയിൽ അവയ്ക്ക് വലിയൊരു റോൾ തന്നെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. അടുത്തത് എന്തൊക്കെയാണ് പ്രോബ്ലംസ്, ഈ ചെറുകിട ബിസിനസ്സുകൾക്ക് എന്താണ് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, പിന്നെ അതേപോലെ തന്നെ എങ്ങനെയൊക്കെ നമുക്ക് അതിന് ഗവൺമെന്റ് സ്കീമുകൾ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, ഈ സ്മോൾ ബിസിനസ്സുകളെ സപ്പോർട്ട് ചെയ്യുന്ന ചില ഗവൺമെന്റ് സ്കീമുകൾ. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. ഇതിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നേരെ നമ്മൾ പോവുകയാണ്. ദാറ്റ് ഇസ് വാട്ട് ഈസ് എ സ്മോൾ ബിസിനസ്. നമ്മൾ പേര് കേട്ടാൽ തന്നെ അറിയാം അല്ലെ, ഒരു സ്മോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താണ്, ചെറിയ ബിസിനസ്. അപ്പൊ നമുക്കത് വലിപ്പം കൊണ്ടാവാം ചെറിയൊരു ബിസിനസ്, വലിയൊരു ബിസിനസ് അല്ലെ. ഇനി സാമ്പത്തികമായിട്ട് അളക്കുന്ന രീതിയിലാവാം, കുറച്ച് പൈസ മുടക്കി. സോ ഫോർ എക്സാമ്പിൾ 1,00,000 രൂപ മുടക്കിയ ഒരു ബിസിനസ്, ഇനി നമുക്ക് എന്താണ് ഒരു 15 lakhs മുടക്കിയ ഒരു ബിസിനസ്. അപ്പൊ നമുക്ക് പല രീതിയിലും എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഏത് അർത്ഥത്തിലാണ് സ്മോൾ എന്ന് പറയുമ്പോൾ നമുക്കത് ക്ലിയർ അല്ല. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് തന്നെയാണ്, വാട്ട് ഈസ് എ സ്മോൾ ബിസിനസ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ചില ഗവൺമെന്റ് സ്കീമുകൾ. ഗവൺമെന്റ് ഒരിക്കലും ഒരേപോലെ അല്ല എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ആവശ്യമുള്ളവർക്ക്, ഫോർ എക്സാമ്പിൾ ഹില്ലി ഏരിയയിൽ താമസിക്കുന്നവർക്ക്, ഇപ്പൊ നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഗവൺമെന്റ് റേഷൻ കൊടുക്കാറുണ്ട് അല്ലെ, റേഷൻ കൊടുക്കാറുണ്ട്. ഇനി നമുക്കറിയാം പല പല കാറ്റഗറീസ് ഉണ്ട്, APL ഉണ്ട്, BPL ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്, ആര് ഏത് കാറ്റഗറിയിൽ വരണം എന്നാണ് ഡിസൈഡ് ചെയ്യുന്നത്. ആക്ച്വലി റിയൽ ലൈഫിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് മാറ്റി വെക്കുക. അതല്ലാത്ത പക്ഷം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ APL കാറ്റഗറിയിൽ വരുന്ന ആരാണ്, അബവ് പോവർട്ടി ലൈൻ ആണ്. അതായത് ദാരിദ്ര്യ രേഖയിൽ മുകളിലുള്ളവരെയാണ് അബവ് പോവർട്ടി ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മളിപ്പോൾ ഒരു വീട്ടിൽ 2 AC വെച്ച് 2 കാറും ഓടിക്കുന്ന ആൾക്കാർ, 2 ടൂ വീലറും ഉള്ള ആൾക്കാർ ഒരിക്കലും APL ലിസ്റ്റിൽ വരാൻ പാടില്ല. സോറി, ഒരിക്കലും അവർ BPL ലിസ്റ്റിൽ വരികയില്ല അല്ലെ, APL ലിസ്റ്റിൽ അവർ വരൂ, ബിക്കോസ് ദേ ആർ അബവ് പോവർട്ടി ലൈൻ. അതേ സ്ഥാനത്ത് BPL എന്ന് പറയുമ്പോൾ എന്താണ്, ബിലോ പോവർട്ടി ലൈൻ. അപ്പൊ ഇങ്ങനത്തെയുള്ള ആൾക്കാർ ഒരിക്കലും ഈ ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടാൻ സാധിക്കില്ല, കിട്ടാൻ പാടില്ല എന്നുള്ളതാണ് ശരിക്കും പറയുന്നത് അല്ലെ. ബിലോ പോവർട്ടി ലൈൻ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻകം കാറ്റഗറി, അതായത് ഇത്ര വരുമാനം ഉണ്ട് അതിൽ താഴെ ഏൺ ചെയ്യുന്നവരാണെങ്കിൽ മാത്രമാണ് നമ്മൾ BPL എന്ന് പറയുന്നത്. ഇനി ഹൗസിന്റെ കാര്യത്തിലാണെങ്കിൽ അവിടെയും പറയുന്നുണ്ട് വീട് എങ്ങനെയായിരിക്കണം, ഇനി വണ്ടികൾ ഉണ്ടാവാൻ പാടുണ്ടോ, ജോലിയുള്ള കുട്ടികളോ അല്ലെങ്കിൽ എങ്ങനെയാ ജോലിയുടെ കാര്യങ്ങൾ, അതെല്ലാം ഡിസൈഡ് ചെയ്യുന്നതാണ് ഈ കാറ്റഗറിയിൽ വരുന്നത് അല്ലെ. അപ്പം ഗവൺമെന്റ് ഈ റേഷൻ കൊടുക്കുന്നതും അതേപോലെയാണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും നമ്മുടെ MSMEയിൽ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ എന്താണ്, റേഷൻ അല്ല, ഫിനാൻഷ്യൽ എയ്ഡ് ആണ് എന്ന് ചുരുക്കം. അതായത് നമുക്ക് ഹില്ലി ഏരിയയിൽ അല്ലെങ്കിൽ വയനാട് പോലെ വളരെ കുഗ്രാമം പോലത്തെ സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ, വയനാട്, ഇടുക്കി അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് എന്താണ്, ഫിനാൻഷ്യലി അല്ലെങ്കിൽ ജോഗ്രഫിക്കലി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ വളരെ ഇൻകം കുറഞ്ഞ ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലായിരിക്കും, അവർക്ക് കുറെ സബ്സിഡൈസ്ഡ് രീതിയിൽ ലോണും ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. ഇനി അതേപോലെ തന്നെ ടൗൺസിൽ, സിറ്റീസിൽ താമസിക്കുന്നവരാണെങ്കിലോ ഇവരുടെ സാഹചര്യം കുറച്ചുകൂടി മെച്ചപ്പെട്ടതായതുകൊണ്ട് തന്നെ അതിനുള്ള സ്കീമുകളും കണ്ടീഷൻസും ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഇതാണ് ഓവറോൾ എന്തൊക്കെയാണ് ഈ MSMEs അല്ലെങ്കിൽ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. നമ്മൾ പലപ്പോഴും ആയിട്ട് കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതുപോലെ ഈ ഒരു ബിസിനസിന്റെ വലിപ്പം തീരുമാനിച്ചുകൊണ്ട് ഈ പല ഫാക്ടേഴ്സിലും വരുന്ന കാര്യങ്ങളാണ് ഫിനാൻസ്, അതേപോലെ മെഷീനറി, എന്തുമാത്രം മെഷീനറി ഉണ്ട്, എത്ര വലിപ്പമുള്ള മെഷീനറിയാണ്, ക്യാപിറ്റൽ, എത്രമാത്രം ക്യാപിറ്റൽ മുടക്കി സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ആണ്, ഇതെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ, ഇതെല്ലാമാണ് നമ്മുടെ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിനെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റ്, അതായത് ഒരു ഫ്രെയിം ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ ഈ സ്മോൾ ആയിട്ടുള്ള സ്ഥാപനങ്ങൾ. ബിക്കോസ് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഒരിക്കലും വലിയ വലിയ ടാറ്റ, ബിർള പോലത്തെ ഗ്രൂപ്പുകൾ മാത്രമല്ല സർവൈവ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം ഇവരൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ലീഡിംഗ് ആയിട്ടുള്ള വലിയ വലിയ എസ്റ്റാബ്ലിഷ്മെന്റുകളാണ്, ഇൻഡസ്ട്രികളാണ്, ടാറ്റ, ബിർള, അദാനി ഗ്രൂപ്പ്, പിന്നെ ഒത്തിരി ഓക്കെ. സോ റിലയൻസ് ഇൻഡസ്ട്രീസ് എല്ലാം. അപ്പൊ അവർ മാത്രം ജീവിച്ചാൽ മതിയോ നമ്മുടെ സമൂഹത്തിൽ? ഇല്ല. അവർക്ക് കിട്ടുന്ന റവന്യൂ മാത്രമാണോ നമ്മുടെ ഗവൺമെന്റ് സോഴ്സ്? ഒരിക്കലും അല്ല. അപ്പം നമ്മൾ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന, സാധാരണക്കാരൻ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന എങ്ങനത്തെ ആയിരിക്കും, ചെറുകിട കർഷകരും ചെറുകിട സ്ഥാപനങ്ങളെ ആയിരിക്കും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ആണെങ്കിലും പേഴ്സണൽ ലൈഫിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വലിയ വലിയ കമ്പനീസ് നമ്മൾ യൂസ് ചെയ്യുന്ന മെജോറിറ്റി ഐറ്റംസ്, ഒരു 100 സാധനങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് നമ്മൾ എവിടുന്ന് മേടിച്ചാണ്, ഈ പറഞ്ഞ ഹെവി ആയിട്ടുള്ള വലിയ വലിയ ഇൻഡസ്ട്രിയിൽ നിന്ന് മേടിച്ചായിരിക്കുമോ? ഇല്ല. നമ്മുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ലോക്കൽ ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ അടുത്തുള്ള കടയിൽ നിന്നോ വല്ലതൊക്കെ നമ്മൾ മേടിച്ചതായിരിക്കും അല്ലെ. അപ്പം ഇതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ സ്മോൾ ബിസിനസ്സുകൾക്ക് എന്ന് പറയുമ്പോൾ അതുപോലെ പ്രാധാന്യമുണ്ട്. സ്മോൾ ബിസിനസ്സുകളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ടാക്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ സോഴ്സ് ഓഫ് റവന്യൂ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പഠിക്കും, ദാറ്റ് ഈസ് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഡെവലപ്മെന്റ്. ഇത് MSMED ആണ്. ഇനി ഇത് എന്ന് പറയുമ്പോൾ ആക്ട് ആണ്. ഈ ആക്ട് വന്നിരിക്കുന്നത് 2006 കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഇത് പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നത്, ഇത് പാസ് ആയി കിട്ടിയിരിക്കുന്നത് October 2006 ഈ ആക്ട് പാസ് ആയി കിട്ടിയിരിക്കുന്നത്. ഇനി ഈ ആക്ടിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്, മൈക്രോ, സ്മോൾ, മീഡിയം എന്റർപ്രൈസസിനെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ട ഫിനാൻഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ കൂടെ നിൽക്കുക. ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 3 ടൈപ്പ് ഓഫ് സ്ഥാപനങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. ഇതിന് തന്നെ MSMEയുടെ ഡിപ്പാർട്ട്മെന്റും ഉണ്ട്, MSME ഡിപ്പാർട്ട്മെന്റ് എന്ന് നമുക്ക് അതിനെ വിളിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറുകിട ഈ ബിസിനസ് യൂണിറ്റുകൾക്കൊക്കെ ആവശ്യം വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പ്രപ്പോസൽ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ MSME ഡിപ്പാർട്ട്മെന്റ് ഹെൽപ്പോടെയാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമുക്കൊരു ബിസിനസ് ഇടുന്ന തുടക്കം, ബിസിനസ് ഐഡിയ മാത്രം നമുക്ക് ഉണ്ടായാൽ മതി, തുടക്കം തൊട്ട് അവസാനം വരെയുള്ള കാര്യങ്ങൾ അവർ സപ്പോർട്ട് ചെയ്യും. ഇനി നമ്മുടെ ഗവൺമെന്റ് ഇതിനൊന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസിനെ 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഓൾറെഡി അറിയായിരിക്കും. ദാറ്റ് ഈസ് മാനുഫാക്ചറിംഗ്, രണ്ടാമത്താണ് സർവീസസ്. അപ്പൊ നമുക്കറിയാം മാനുഫാക്ചറിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ നമ്മൾ എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കുകയാണ് അല്ലെ. അതിന്റെ ഔട്ട്കം എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഗുഡ്സ് ആണ്, പ്രൊഡക്ട്സ് ആണ്. എക്സാമ്പിൾ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്, ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റൈൽസ്. ഒരു ടെക്സ്റ്റൈൽസ് ഇടുവാണെങ്കിൽ അവിടുത്തെ ഗുഡ്സ് എന്താണ്, അവിടെ നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന ഷർട്ട്, പാന്റ്, കോട്ട്, സൂട്ട് ഇതൊക്കെയാണ് അല്ലെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം ടോയ്സ് ആൻഡ് ഗുഡ്സ് അല്ലെ. ടോയ്സ് എന്ന് പറഞ്ഞ സാധനം എന്താണ്, പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കി, റോ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കി അൾട്ടിമേറ്റ്ലി ഇങ്ങനെ പല പല രൂപങ്ങളിലും ഭാവങ്ങളിലും ഒക്കെ ഇറക്കുന്ന ഒരു സാധനങ്ങൾ, അതും എന്താണ്, മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഐറ്റമാണ്.
ഇനി ഇതുപോലെ നമുക്ക് ഫൈനൽ ഗുഡ്സ് ആയിട്ട് കൈ കണ്ട് എന്താ പറയുക നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം മാനുഫാക്ചർ ചെയ്യപ്പെട്ടതാണ് നമുക്കറിയാം അല്ലെ. നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന എല്ലാവിധ സാധനങ്ങളും അങ്ങനെയാണ്. ഇനി എന്താണ് സർവീസസ്? സർവീസസ് എന്ന് പറയുമ്പോൾ ഇത് സേവനമാണ് അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് കൈ കൊണ്ട് ഇത്ര സേവനം ഞാൻ തന്നു, അതിനുള്ള പൈസയും കൊണ്ട് തരും എന്ന് പറഞ്ഞിട്ട് എവിടെയും കേട്ടുണ്ടോ? ഇല്ല എന്ന് പറയാൻ വരട്ടെ. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ ഫോർ എക്സാമ്പിൾ യൂസേജ് ഓഫ് നെറ്റ് അല്ലെ. നമ്മൾ നെറ്റ് യൂസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? നമുക്ക് എന്തെങ്കിലും ഓക്കെ ഇത്ര കിലോ നെറ്റ് ഇത്ര റുപ്പീസിന് എന്ന് പറഞ്ഞാണോ മേടിക്കുന്നത്? അല്ല അല്ലെ. നമ്മളവിടെ എന്താണ് പർച്ചേസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഒരു കഫേ ഉണ്ടായിരുന്നു. കഫേയിൽ നമ്മൾ പോയി ഒരു 10 മിനിറ്റ് അല്ല സോറി 1 അവർ യൂസ് ചെയ്യുന്നു, അതിന് 20 രൂപ ചാർജ് ചെയ്യും അല്ലെ. അപ്പം അവിടെ എന്ന് പറയുമ്പോൾ 1 അവർത്തേക്ക് നമ്മൾ ഈ സേവനം യൂസ് ചെയ്തതിനാണ് നമ്മൾ ഈ ചാർജ് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ് പ്രൊഡക്റ്റ്? സേവനമാണ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഒരു ടീച്ചർ പഠിപ്പിക്കുമ്പോഴത്തേക്കും അൾട്ടിമേറ്റ്ലി ഇത്ര കിലോ പഠിപ്പിച്ചു എന്നാണോ? അല്ല. ഇനി ഒരു ഡോക്ടറിന്റെ സേവനം അതേപോലെ തന്നെയാണ്. അതേപോലെ തന്നെ ഒരു ലോയർ എന്ന് പറയുന്നതും ഇതേപോലെ ഒരു സർവീസ് സെക്ടർ ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മുടെ മാനുഫാക്ചറിംഗ് സെക്ടർ ആണെങ്കിൽ അവയുടെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. വീണ്ടും ദാറ്റ് ഇസ് മൈക്രോ എന്റർപ്രൈസസ്, സ്മോൾ എന്റർപ്രൈസസ് ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. ഇനി മൈക്രോ എന്ന് പറയുമ്പോൾ എന്താണ്? ഏറ്റവും സ്മോൾ ആണ് അല്ലെ. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ ഇറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 25 lakhs rupees. അതായത് ഇത് പ്ലാന്റ് ആൻഡ് മെഷീനറി 25 lakh rupeesന് താഴെ ആയിരിക്കണം പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ. അങ്ങനത്തെ ഇൻഡസ്ട്രീസിനെ പറയുന്നതാണ് മൈക്രോ എന്റർപ്രൈസസ്. ഇനി അടുത്തത് സ്മോൾ ഇൻഡസ്ട്രീസ്. സ്മോൾ എന്റർപ്രൈസസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ പ്ലാന്റ് ആൻഡ് മെഷീനറി വെച്ചിട്ടാണ് നമ്മൾ അളക്കുന്നതെന്ന് ഓർത്തോണം. ഇവിടുത്തെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി മോർ ദാൻ 25 lakh rupees. 25 lakh rupeesന് മുകളിലോട്ടൊക്കെയാണ്, പക്ഷേ ലെസ് ദാൻ 5 crore rupees, 5 കോടിക്ക് താഴെ ആയിരിക്കും എന്ന് ഇവിടുത്തെ കണ്ടീഷൻ. അപ്പം ഈ കണ്ടീഷൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് പഠിച്ചെടുക്കുക. ബിക്കോസ് ഇത് ഉറപ്പായും ചോദിക്കാറുള്ള കാര്യങ്ങളാണ്. വാട്ട് യു മീൻ ബൈ സ്മോൾ എന്റർപ്രൈസ്, വാട്ട് യു മീൻ ബൈ മൈക്രോ എന്റർപ്രൈസ് എന്നൊക്കെ. അപ്പം ഇത്ര ജസ്റ്റ് എന്താ മൈക്രോ എന്ന് വെച്ചാൽ ഏറ്റവും സ്മോൾ എന്റർപ്രൈസ് ആണ് എന്ന് മാത്രം പറയുന്നതിന് പകരം ഇങ്ങനത്തെ കണ്ടീഷൻസും കൂടി എഴുതേണ്ടത് നെസസറി ആണ്. മീഡിയം എന്റർപ്രൈസസിലോട്ട് വന്നു കഴിഞ്ഞാലോ ഇവിടുത്തെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ മൂല്യം ഇവിടെ പറയുന്നത് ഇറ്റ് ഷുഡ് ബി മോർ ദാൻ 5 crore rupees. അതായത് 5 കോടിയിൽ മുകളിലോട്ടൊക്കെ ആവാം, പക്ഷേ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 10 crore rupees. അതായത് 5 കോടിയേക്കാൾ കൂടുതലും പക്ഷേ 10 കോടിയേക്കാളും താഴെ ആകാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം ഇതിന്റെ ഒക്കെ അടിസ്ഥാനം എന്താണ്? പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ മൂല്യമാണ് ഇവരെ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് ഓർത്തോണം. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കേണ്ടത് സർവീസസ് സെക്ടറാണ്. സർവീസസ് സെക്ടറിനെ വീണ്ടും 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് മൈക്രോ എന്റർപ്രൈസസ്, സെക്കൻഡ് വൺ ആണ് സ്മോൾ എന്റർപ്രൈസസ് ആൻഡ് തേർഡ് വൺ ആണ് മീഡിയം എന്റർപ്രൈസസ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കേ, ഇവിടെ എന്ന് പറയുമ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി അത് മാനുഫാക്ചറിംഗ് ആയതുകൊണ്ടാണ് എന്ന് ഓർത്തോണം. ഇനി നമ്മുടെ സർവീസസ് ആണെങ്കിൽ ഇവിടെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ആവശ്യം വരുന്നുണ്ടോ? സേവനം വരുന്നുണ്ടോ? ഒരു ടീച്ചർ പഠിപ്പിക്കുമ്പോൾ അവിടെ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ആവശ്യം വരുന്നുണ്ടോ? ഇല്ല. ബേസിക്കലി അവിടെ ചെയ്യുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു ടീച്ചറിന്റെ ക്യാബിൻ അല്ലെങ്കിൽ ഒരു ലോയറിന്റെ ഒരു ക്യാബിൻ അല്ലെങ്കിൽ എന്താണ് ഒരു ഡോക്ടറിന്റെ ഒരു ക്യാബിൻ, ഇതൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള മെഷീനറിയുടെ ചെലവ് വരുന്നില്ല. അവയെ നമ്മൾ പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് മാത്രം നമുക്ക് മൊത്തത്തിൽ വിളിക്കാൻ പറ്റും അല്ലെ. അപ്പോൾ അവിടെ നമുക്ക് പല സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ബോർഡ് അത് ഇത് എല്ലാം അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റെതസ്കോപ്പ് തൊട്ട് എക്വിപ്മെന്റ്സ്, ടൂൾസ്, കത്രിക, ഇതെല്ലാം സാധനങ്ങളും അവരുടേതായ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് എല്ലാ കാര്യത്തിലും നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്, സർവീസ് സെക്ടറിൽ സ്പെഷ്യലി. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ മൈക്രോ എന്റർപ്രൈസസ് ആണെങ്കിൽ ഇവിടുത്തെ കണ്ടീഷൻ പറയുന്നത് ദ ഇൻവെസ്റ്റ്മെന്റ് ഷുഡ് ബി ലെസ് ദാൻ 10 lakh rupees എന്നാണ്. ഇൻവെസ്റ്റ്മെന്റ് ഷുഡ് ബി ലെസ് ദാൻ 10 lakh rupees. അതേ സ്ഥാനത്ത് സ്മോൾ എന്റർപ്രൈസസ് ആണെങ്കിലോ ഇൻവെസ്റ്റ്മെന്റ് ഷുഡ് ബി മോർ ദാൻ 10 lakh rupees. 10 lakhന് മേലോട്ടൊക്കെ ആവാം, ബട്ട് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 2 crore rupees. 2 കോടിയിൽ താഴെ ആകാവുള്ളൂ എന്നാണ് കണ്ടീഷൻ പറയുന്നത്. ഇനി മൂന്നാമത്തത് മീഡിയം എന്റർപ്രൈസസ് ആണെങ്കിലോ ഇൻവെസ്റ്റ്മെന്റ്സ് ക്യാൻ ബി മോർ ദാൻ 2 crore rupees. 2 കോടിയിൽ മുകളിലോട്ടൊക്കെ ആവാം, പക്ഷേ അത് ലെസ് ദാൻ 5 crore rupees എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിക്കേ, എവിടെയാണ് കൂടുതൽ കണ്ടീഷൻസ് പറയുന്നത്? നമ്മുടെ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിലാണ് കൂടുതൽ പൈസ കണ്ടീഷൻസ് ആയിട്ട് പറയുന്നത്. ബിക്കോസ് അവിടെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പല വലിയ മെഷീനറിയും ഒക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടതുണ്ട്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തായിട്ട് നോക്കാനുള്ളതാണ് വില്ലേജ് ഇൻഡസ്ട്രീസ്. ബേസിക്കലി നമുക്കറിയാം വില്ലേജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ അവർ ബേസിക്കലി പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്? വില്ലേജിൽ ഉണ്ടാക്കിയ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ വയനാട് ഏരിയകളിലൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അല്ലെ, ചെറിയ ഈ ഹൗസ് ഹോൾഡ് പീപ്പിൾ ആണെങ്കിലും ചോക്ലേറ്റുകൾ, അതേപോലെ ചൂരലിന്റെ ഓരോ ഫർണിച്ചേഴ്സ്, പിന്നെ ഓരോ ടോയ്സ്, വുഡ് കൊണ്ടുണ്ടാക്കിയ ടോയ്സ്. അപ്പോൾ അതുപോലെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കൊയർ ഐറ്റംസ്, ഇതെല്ലാം എന്ന് പറയുമ്പോൾ വില്ലേജ് ഇൻഡസ്ട്രീസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അവിടെ എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രിസിറ്റിയുടെ യൂസേജ് വളരെ കുറവായിരിക്കും, യൂസ് ഓഫ് പവർ വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ അവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആർട്ടിസൻസ് ആണ്. ആർട്ടിസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പരമ്പരാഗതമായിട്ട് ഈ തൊഴിൽ ചെയ്തു വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇപ്പം ആനയുടെ കൊമ്പും കൊണ്ട് ഇങ്ങനെ പല ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള രീതി ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ദിവസം കൊണ്ട് യൂട്യൂബിൽ നോക്കി കണ്ട് പഠിക്കുന്നത് ഒരിക്കലും ആയിരിക്കില്ല. അത് ശരിക്കും പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്ന തൊഴിലുകളാണത്. അതിൻ്റെ അകത്ത് എക്സ്പേർട്ട് ആണ്. കൊയർ മേക്കിംഗ് എല്ലാം അതിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ അതിനെയാണ് ബേസിക്കലി വില്ലേജ് ഇൻഡസ്ട്രീസ് എന്ന് പറയാം. ഇനി ഇതേപോലെ ഒരു സിമിലർ ഐറ്റം ആണ് ദാറ്റ് ഇസ് കോട്ടേജ് ഇൻഡസ്ട്രീസ്. കോട്ടേജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ ഈ മൂന്നാർ, പിന്നെ വയനാട് ഈ സൈഡിലോട്ടൊക്കെ ചെന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും കോട്ടേജ് ഇൻഡസ്ട്രീസ് കാണാൻ പറ്റും. അതിന്റെ അർത്ഥം എന്താണ്? ബേസിക്കലി ഇവനെ നമ്മൾ വേറെ പേര് പറയും, ദാറ്റ് ഇസ് റൂറൽ ഇൻഡസ്ട്രീസ് എന്ന് പറയും. അതേപോലെ തന്നെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് എന്ന് നമുക്ക് പറയാറുണ്ട്. ഇതും കൊണ്ടൊക്കെ എന്താ മനസ്സിലാവുന്നത്? ഇവരും ഡീൽ ചെയ്യുന്നത് ഇതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ബിസിനസ് യൂണിറ്റുകളാണ്. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് വലിയൊരു മെഷീനറിയോ അല്ലെങ്കിൽ വലിയൊരു പ്രൊഡക്ഷൻ മെക്കാനിസമോ ഒന്നുമില്ല. അവരെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് സ്വയം തൊഴിൽ കണ്ടെത്തുക എന്നുള്ള രീതിയാണ് ഇവരും ഫോളോ ചെയ്യുന്നത്, കോട്ടേജ് ഇൻഡസ്ട്രീസ് പ്രൊമോട്ട് ചെയ്യുന്നത്. ബേസിക്കലി ഒരു ഫാമിലിയിൽ ഇപ്പോൾ ഒരു 5 പേരുണ്ടെങ്കിൽ 5 പേരും കൂടി ആ ഒരു ബിസിനസ്സിൽ പങ്കുചേർന്ന് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടായിരിക്കും സെല് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഹൈറാർക്കി, ഇപ്പോൾ ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ മാനേജ്മെന്റ്,
മാനേജ്മെന്റോ അങ്ങനെ ഒരു സ്ട്രക്ചർ പോലും ഉണ്ടായിരിക്കില്ല. പക്ഷെ എന്നാൽ പോലും അവർ ബിസിനസ് കണ്ടക്ട് ചെയ്ത് റൺ ചെയ്ത് പോകുമായിരിക്കും അവരുടെ ഡെയിലി ലിവിംഗിന് വേണ്ടിയിട്ട്. സോ ദോസ് ആർ കോൾഡ് എസ് കോട്ടേജ് ഇൻഡസ്ട്രീസ്. ഇനി ഈ ഇൻഡസ്ട്രീസിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത്, അതായത് നമ്മുടെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് SID, ദാറ്റ് ഇസ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്ന് നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റും. ഓർ ഇതിന് വേറെ പേരുണ്ട്, ദാറ്റ് ഇസ് ഓഫീസ് ഓഫ് ദ ഡെവലപ്മെന്റ് കമ്മീഷണർ. അതിനെ നമുക്ക് SSI എന്നും വിളിക്കാൻ പറ്റും. അപ്പം ഈ പേരുകൾ ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേരുകളാണെന്ന് മനസ്സിലാക്കുക. അടുത്തായിട്ട് പലപ്പോഴും നമ്മുടെ ഒരു ക്വസ്റ്റൻ പേപ്പറിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഒരു ക്വസ്റ്റൻ ആണ് റോൾ ഓഫ് സ്മോൾ ബിസിനസ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ സ്മോൾ ബിസിനസ്സുകളുടെ ഒരു റോൾ എന്തുമാത്രം പ്രാധാന്യമുണ്ട്, അതോ വലിയ വലിയ ബിഗ് ജൈൻസിന് മാത്രമാണോ പ്രാധാന്യമുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ പോയിന്റ് നമുക്ക് നോക്കാം. അതിൽ ആദ്യമേ സ്റ്റഡി ചെയ്യുമ്പോൾ അതിന് പറയുന്നത് എന്താണ്, അതായത് നമ്മുടെ ടോട്ടൽ ഇൻഡസ്ട്രി ടോട്ടൽ ഇൻഡസ്ട്രീസിന്റെ കോൺട്രിബ്യൂഷൻ ഇപ്പോൾ നമ്മളൊരു പൈ ചാർട്ടിൽ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ അകത്തൊരു 95% കുറച്ച് ആക്യുറസി കുറവായിരിക്കും എന്നാലും വേണ്ടിയല്ല, ടോട്ടൽ അതായത് നമ്മൾ ഈ കാണുന്ന ഏരിയ 95% എന്ന് പറയുമ്പോൾ അറിയാലോ, 100ന്റെ 95 എന്ന് പറയുമ്പോൾ ജസ്റ്റ് 5% മാത്രം മിച്ചേ ഉള്ളൂ അല്ലെ. ബാക്കി 95% മുഴുവൻ എന്താണ്, നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇൻകം ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ഇന്ത്യയിൽ മെജോറിറ്റി പോർഷനും സ്മോൾ സ്കെയിൽ ബിസിനസ്സിൽ നിന്നാണ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ എക്സ്പോർട്സിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു 45%, അതായത് നമുക്കറിയാം ഇത് ഹാഫ് ആണെന്ന് അറിയാം അല്ലെ, ഹാഫിനെ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഭംഗിയായിട്ട് വരച്ചേക്കാം, ഏകദേശം ഇത്രയും വരുമായിരിക്കും അല്ലെ. അതായത് നമുക്കറിയാം ഒരു പകുതിയിൽ താഴെ 45% എന്ന് പറയുമ്പോൾ തീർത്തും ചില്ലറയല്ല അല്ലെ. അപ്പോൾ 45%ഓളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സ്പോർട്സിന്റെ കാര്യത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും ഈ സ്മോൾ സ്കെയിൽ ബിസിനസ്സുകൾ ആണ്. അതായത് നമ്മുടെ സ്മോൾ സ്കെയിൽ ബിസിനസ് യൂണിറ്റിന്റെ കയ്യിൽ നിന്ന് ഒത്തിരി അധികം എക്സ്പോർട്ടുകൾ വിദേശത്തോട്ടൊക്കെ പോകുന്നുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ അങ്ങനെ കിട്ടുന്ന റവന്യൂ ഇതെല്ലാം എന്താണ്, ഡയറക്റ്റ് ആയിക്കോട്ടെ ഇൻഡയറക്റ്റ് ആയിക്കോട്ടെ എല്ലാവിധ ടൈപ്പ് ഓഫ് എക്സ്പോർട്സും കൂടിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, സ്മോൾ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് വലിയൊരു രീതിയിൽ നമ്മുടെ ബിസിനസ്സിലോട്ട് നമ്മുടെ ഇൻഡസ്ട്രീസിലോട്ട് വരുമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഈ രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ലേബർ ഫോഴ്സിന്റെ കാര്യത്തിലാണ്. ലേബർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും റിച്ച് ഇൻ ഹ്യൂമൻ റിസോഴ്സ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ വലിയൊരു പോപ്പുലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഹ്യൂമൻ റിസോഴ്സിൽ യാതൊരു പഞ്ഞവും വരികയില്ല. അപ്പം ഏറ്റവും ടോട്ടൽ നമ്മുടെ ലേബർ ഫോഴ്സിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് നിൽക്കുന്ന ഇൻഡസ്ട്രിയാണ് അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനത്തിലാണ് വരുന്നത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. സ്മോൾ ഇൻഡസ്ട്രീസ് ആണ് അടുത്തതായിട്ട് നമ്മുടെ ജോലി സാധ്യതകൾക്ക് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ മതി, നമ്മുടെ ഫാമിലിയിൽ തന്നെ നമ്മുടെ ചേട്ടന്മാരോ ചേച്ചിമാരോ ഒരു 10 പേരെ നമ്മൾ സെലക്ട് ചെയ്യുക. അവർ തൊട്ട് ഇപ്പം റീസെന്റ് പഠിത്തം കഴിഞ്ഞിറങ്ങിയവരൊക്കെ ആണെങ്കിൽ അവരെവിടെ വർക്ക് ചെയ്യുന്നത് അന്വേഷിക്കുക. ആരെങ്കിലും നമുക്ക് ടാറ്റ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ റിലയൻസ് ഗ്രൂപ്പിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിലോ ഒക്കെ ആണോ? അല്ല, നമ്മൾ 10 പേരെടുത്താൽ അതിൽ മെജോറിറ്റി 8 പേരെങ്കിലും എന്തായിരിക്കും അടുത്തുള്ള ഷോപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു സെന്ററുകളിലോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലോ ഒക്കെ പണി ചെയ്ത് ജോലി ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് ഇടുന്നവരോ ഒക്കെ ആയിരിക്കും അല്ലെ. അപ്പം അതാണ് ഇവിടെ പറയുന്നത്, സ്മോൾ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സെക്കൻഡ് കോൺട്രിബ്യൂട്ടർ ഓഫ് എംപ്ലോയ്മെന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ അത്രയും ജോലി സാധ്യതകളാണെങ്കിൽ നമ്മുടെ PSCയോ UPSCയോ ഗവൺമെന്റുകൾ പോലും ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല. അതിനേക്കാളും കൂടുതലാണ് ഈ സ്മോൾ ഇൻഡസ്ട്രീസ് വഴി ആൾക്കാർക്ക് തൊഴിൽ കിട്ടുന്നത്. അതേപോലെ മൂന്നാമത്തെ പോയിന്റ് ആണ് ഡൈവേഴ്സിറ്റി ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ എവിടെ നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതല്ല. ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും ഇലാബറേറ്റ് ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ബ്രീഫ് ആയിട്ട് എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, ഡൈവേഴ്സിറ്റി ഓഫ് പ്രൊഡക്ഷൻ, ബിക്കോസ് ഇത് ഒരിക്കലും നമുക്ക് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഇതുപോലെ വാരി വലിച്ച് എഴുതി കഴിഞ്ഞാൽ ആരും ഇത് ഇരുന്ന് വായിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം പോയിന്റ്സിൽ ചുരുക്കി എഴുതുക. ഡൈവേഴ്സിറ്റി ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇപ്പൊ നമ്മൾ ഗവൺമെന്റിനെ മാത്രം ആശ്രയിക്കുകയാണ്, നമ്മുടെ സൊസൈറ്റിയിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് എന്തൊക്കെ സേവനങ്ങൾ കിട്ടും? KSE കറണ്ട് കിട്ടും അല്ലെ, ഇലക്ട്രിസിറ്റി നമുക്ക് കിട്ടും. പിന്നെ അതേപോലെ എന്താണ് ബിഗ് ആയിട്ടുള്ള വലിയ ഇപ്പം റിലയൻസും മോർ ഗ്രൂപ്പും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ചൊക്കെ സാധനങ്ങൾ വില കൂടിയിട്ടാണെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലെ. ബാക്കിയൊക്കെ കാര്യങ്ങളോ ബാക്കി കിടക്കുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ ഈ ഡെയിലി യൂസിന് സാധനങ്ങൾ ഇവിടെ കുറേ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കാം, ദാറ്റ്സ് കൺസംഷൻ ഗുഡ്സ്, റെഡിമെയ്ഡ് ഗാർമെന്റ്, ഹോഴ്സറി ഗുഡ്സ്, സ്റ്റേഷനറി ഐറ്റംസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. നമുക്ക് സിംപ്ലി പറഞ്ഞാൽ ഒരു ആവശ്യത്തിന് ഒരു മരുന്ന് മേടിക്കണമെങ്കിൽ പോലും നമ്മൾ ആശ്രയിക്കുന്ന അടുത്ത ഒരു ഫാർമസിനെ ആയിരിക്കും. അതൊരു പ്രൈവറ്റ് സെക്ടറാണ്, അതൊരു പ്രൈവറ്റ് സ്മോൾ ഇൻഡസ്ട്രിയാണ്. അതൊരിക്കലും ഗവൺമെന്റ് തന്നെ നമ്മൾ പോയി തപ്പിപ്പോയി മേടിക്കണം എന്ന് നിർബന്ധമില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ മെജോറിറ്റി കാര്യങ്ങൾ നമ്മൾ ആശ്രയിക്കുന്നത് സ്മോൾ ഇൻഡസ്ട്രീസിനെ തന്നെയാണ്. നാലാമത്തെ നോക്കിക്കഴിഞ്ഞാൽ പ്രൊവൈഡ്സ് ബാലൻസ് ഓഫ് ദ ട്രേഡ് സിസ്റ്റം, അതായത് ബാലൻസിങ് ഓഫ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ സൊസൈറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അതെങ്ങനെയാണ് നമുക്കറിയാം, ഇപ്പൊ ബിഗ് ഇൻഡസ്ട്രീസ് മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ എങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് മാത്രം സാധനം മേടിച്ച് മുടിയത്തേ ഉള്ളൂ അല്ലെ. മുടിയ എന്ന് തന്നെയാണ് അതിന്റെ റിയൽ ടേം, ബിക്കോസ് നമ്മൾ അതുപോലെ അഫോർഡ് ചെയ്താൽ മാത്രമാണ് നമ്മൾ ആ പ്രൊഡക്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് നമുക്കറിയാം KSEBയുടെ ഇപ്പോൾ ഇലക്ട്രിസിറ്റി മേടിക്കുന്നതും അതേപോലെ ഇപ്പോൾ നമ്മുടെ ഈ ഓരോ ഓപ്ഷനേ ഉള്ളതുകൊണ്ട് അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ പക്ഷേ നമുക്കിപ്പോൾ റിലയൻസിന് പവർ ഉണ്ട് അല്ലെ, റിലയൻസിന് പവർ ഉണ്ട്. അതേപോലെ ഈവൻ പെട്രോളിന്റെ കാര്യത്തിലൊക്കെ എന്ന് വെച്ചാൽ ഗവൺമെന്റ് സെക്ടറും ഉണ്ട്, പ്രൈവറ്റ് സെക്ടറും ഉണ്ട്. പ്രൈവറ്റ് സെക്ടറിന്റെ കമ്പാരിറ്റീവ്ലി ലേശം റേറ്റ് കൂടുതലാണ് കണ്ടുവന്നേക്കുന്നത്. അതിന് വേറെ പല കാരണങ്ങളുണ്ട്, അത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല, ബിക്കോസ് അത് നമ്മുടെ ഇപ്പോഴത്തെ കറന്റ് ടോപ്പിക് അല്ല. ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്, ഇപ്പം നമ്മളൊരു ക്ലാസ്സിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ട് വേണം നമ്മുടെ പ്രൈവറ്റ് സെക്ടറും ഗവൺമെന്റ് സെക്ടറും ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് സെക്ടർ മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാത്രമേ പർച്ചേസ് ചെയ്യുള്ളൂ, അവരുടെ സേവനങ്ങൾ മാത്രമേ നമ്മൾ വിനിയോഗിക്കുകയുള്ളൂ. പിന്നെ അതെല്ലാം ഫണ്ട് പോകുന്നത് ഗവൺമെന്റ് പോക്കറ്റിലോട്ട് മാത്രമായിരിക്കും. അത് ഗവൺമെന്റ് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യചിഹ്നം. ബിക്കോസ് നമ്മൾ പലപ്പോഴും നമ്മുടെ ടാക്സുകൾ പേ ചെയ്യാറുണ്ട്, പക്ഷേ അതിനുള്ള ഒരു റിട്ടേൺ നമുക്ക് കിട്ടാറില്ല. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, റോഡുകൾ, ബിൽഡിങ്ങുകൾ എല്ലാത്തിന്റെയും കൺസ്ട്രക്ഷനിൽ എവിടെയൊക്കെയോ അപാകതകൾ കാണാറുണ്ട്. അപ്പം അത് ഗവൺമെന്റ് മാത്രം നമ്മൾ ഇട്ടാൽ അത് നല്ലതായിരിക്കുമോ? ഇല്ല. ഇനി നമ്മൾ കമ്പയർ ചെയ്യുവാണ് ബിഗ് എന്റർപ്രൈസസ്, അതായത് നമ്മുടെ റിലയൻസും അദാനി ഗ്രൂപ്പ് പോലത്തെ ഇൻഡസ്ട്രീസ് മാത്രമാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടെങ്കിലോ തീർച്ചയായും നമ്മുടെ ഇവിടുത്തെ സമൂഹം എന്തായാലും ഒരു
പൈസ അവരുടെ കയ്യിൽ നിന്ന് എടുക്കാനുള്ള ബാക്കി കാണില്ല, അതുപോലെ അവർ ദാരിദ്ര്യരേഖയിലായി പോകും അല്ലെ. അപ്പോൾ അത് എല്ലാവർക്കും ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതുകൊണ്ടാണ് സ്മോൾ ഇൻഡസ്ട്രീസിനെയും കൂടി വെൽക്കം ചെയ്യുന്നത് ഗവൺമെന്റ്. അതാകുമ്പോൾ പറ്റുന്ന ആൾക്കാർ സ്മോൾ ഇൻഡസ്ട്രീനെ അഫോർഡ് ചെയ്യും, സാഹചര്യം ഒക്കുന്ന പോലെ തന്നെ ആൾക്കാർ ബിഗ് ഇൻഡസ്ട്രീസിനെ അഫോർഡ് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ബിഗ് ഇൻഡസ്ട്രീസോ അല്ലെങ്കിൽ ഗവൺമെന്റിനെ മാത്രം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും സാധാരണക്കാർക്ക് അത് ഒരു താളം തെറ്റുന്നതിന് തുല്യമായിരിക്കും. ഇക്കോണമിയുടെ ഗ്രോത്ത് തന്നെ താളം തെറ്റും. ഇനി സ്മോൾ ഇൻഡസ്ട്രീസിന് അടുത്തൊരു ബെനിഫിറ്റ് ആണ് ലോ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് നമുക്ക് തീർത്തും ലോ അല്ലെന്നറിയാം, പക്ഷേ എന്നാലും ബിഗ് ഇൻഡസ്ട്രീസ്, കോടികൾ മുടക്കുന്ന ഇൻഡസ്ട്രീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായും സ്മോൾ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തീർത്തും ലോ കോസ്റ്റ് മതി, നമുക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റ് മതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ്, സിക്സ്ത് പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് തന്നെയാണ്. നമുക്കറിയാം ബിഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിൽ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ അതൊരു ഹൈറാർക്കി ലെവൽ ഫോളോ ചെയ്ത് മേലോട്ട് എത്തി അതിന്റെ റെസൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അത് റിസോൾവ് ആയി കിട്ടുന്നത്. പക്ഷേ നമ്മുടെ ഇവിടെ എന്താണ്, നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രീസ് ആകുമ്പോഴത്തേക്കും ക്വിക്ക് ഡിസിഷൻസ് പോസിബിൾ ആണ്. എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ കാര്യത്തിൽ നമുക്ക് സംശയമോ പ്രോബ്ലമോ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തീർച്ചയായും നമുക്ക് ക്വിക്ലി നമുക്ക് അതിൽ നിന്ന് റിസോൾവ് ചെയ്ത് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കസ്റ്റമൈസേഷൻ. അപ്പം നമുക്കറിയാം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓടി നടക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് എവിടെ കിട്ടുമോ അതായിരിക്കും നമുക്ക് താല്പര്യം തോന്നുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ബിഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഒരിക്കലും നമ്മുടേതായ പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഗുഡ്സിനോ പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഡൽഹിയിലുള്ള ഗുഡ്സിന് അല്ലെങ്കിൽ ഡ്രസ് മെറ്റീരിയൽസ് അവയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പം ഇതൊന്നും നോക്കിയിട്ടായിരിക്കില്ല ഇപ്പോൾ ഒരു റിലയൻസ് ഗ്രൂപ്പ് എന്തെങ്കിലും മാനുഫാക്ചർ ചെയ്യുന്നത്. അവർ കോമൺ ഫോർ ഓൾ, അതായത് നമ്മൾ കേരളത്തിലുള്ള ഒരു ട്രെൻഡ്സിന്റെ ഒരു ഷോപ്പിൽ ചെന്നാലും ഡൽഹിയിലുള്ളതിൽ ചെന്നാലും സെയിം ഗുഡ്സേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ അതേപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു റീറ്റെയിലർ ആണെങ്കിൽ, അതായത് കേരളത്തിലുള്ള ഒരു ഷോപ്പുകാരനാണ് എങ്കിൽ അയാൾ സെൽ ചെയ്യുന്ന ഗുഡ്സ് ഏതായിരിക്കും, ഇവിടെ സെൽ ചെയ്യുന്ന ഐറ്റംസ് അല്ലെങ്കിൽ സെൽ ചെയ്ത് പോകാൻ സാധ്യതയുള്ള ഐറ്റംസ് മാത്രമേ ഇയാൾ സെൽ ചെയ്യുള്ളൂ. അതേപോലെ ഡൽഹിയിലൊക്കെ ആണെങ്കിലോ അവിടെയും അവിടുത്തെ ഗുഡ്സ് അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിൽ സെൽ ചെയ്ത് പോകും എന്ന് ഉറപ്പുള്ളത് മാത്രമേ അവർ അവിടെ വെക്കുള്ളൂ. അപ്പോൾ കസ്റ്റമൈസേഷൻ പോസിബിൾ എപ്പോഴും സ്മോൾ ഇൻഡസ്ട്രീസിൽ തന്നെ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ നമുക്കിപ്പോൾ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന പോലെയാണിത്. അതായത് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയീസ്. അതായത് നമുക്കറിയാം ബിഗ് ഇൻഡസ്ട്രീസ് ആണെങ്കിൽ നമുക്കറിയാം അവിടെ എന്ന് വെച്ചാൽ ഈ 3 ലെവൽ ഓഫ് ഹൈറാർക്കി, ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ കടന്ന് പോയാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഹൈറാർക്കി കംപ്ലീറ്റ് ആവുള്ളൂ. പക്ഷേ അതേപോലെ തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു മീഡിയം സ്കെയിൽ ഓഫ് ബിസിനസ് ആണെങ്കിൽ അവിടെ എംപ്ലോയറും ചിലപ്പം അവിടുത്തെ എംപ്ലോയിയും എല്ലാം സെയിം തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ അവിടെ കുറച്ചുകൂടി ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഇവിടെ ഒത്തിരി കൂടുതൽ ഹൈറാർക്കി ഒന്നും കടന്നു പോകേണ്ട ആവശ്യമില്ല. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മളിപ്പോൾ പോയി ഒരു വലിയൊരു ഷോപ്പിൽ ചെന്നിട്ട് നമ്മൾ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്നതും അതേപോലെ തന്നെ ലോക്കലി നമ്മളൊരു സ്മോൾ ആയിട്ടുള്ള ഒരു ഷോപ്പിൽ പർച്ചേസ് ചെയ്യുന്നത് തമ്മിൽ വ്യത്യാസം. ഒരിക്കലും നമുക്ക് ബാർഗെയിനിങ് പോസിബിൾ അല്ല എവിടെ ബിഗ് ആയിട്ടുള്ള ഒരു ഷോപ്പിൽ നടക്കുകയില്ല. അതേപോലത്തെ സ്മോൾ ആയിട്ടുള്ള ഒരു ഷോപ്പ് ആണെങ്കിൽ തീർച്ചയായും നമുക്കത് ഒന്ന് പയറ്റി നോക്കാൻ പറ്റും അല്ലെ. ചേട്ടാ ഇത്രയല്ല, ഇതിന് ഇത്ര വെയിറ്റേ ഉള്ളൂ എന്ന് പലപ്പോഴും നമ്മൾ ബാർഗെയിൻ ചെയ്യാറുള്ളതാണ്. ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റിന് റിയലൈസേഷൻ ഉണ്ട്, പക്ഷേ നോട്ട് ടോട്ടലി റിയലൈസേഷൻ ഉണ്ട്. അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് നമുക്കൊരു ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ്. അവരിൽ നിന്നൊക്കെ നല്ല രീതിയിൽ നമുക്ക് റവന്യൂ കിട്ടാൻ സാധിക്കും എന്നൊക്കെ നമ്മുടെ ഗവൺമെന്റ് അറിയാവുന്നതുകൊണ്ട് പല രീതിയിലുള്ള സപ്പോർട്ടീവ് മെഷേഴ്സ്, പ്ലാനുകൾ, സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള ഗുഡ്സ്, ലോണുകൾ ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇനി ഇതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഒത്തിരി അധികം ഇല്ലാത്തത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ചില പ്രോബ്ലംസ് ഫേസ് ചെയ്യാറുണ്ട്. വാട്ട് മേ ബി ദ പ്രോബ്ലംസ്? അപ്പോൾ അതിൽ വരുന്ന കുറേ കാര്യങ്ങളാണ് ലൈക്ക് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ്, ഫിനാൻസിന്റെ അവൈലബിലിറ്റി, പിന്നെ അത് സ്വാഭാവികമായിട്ടും, പിന്നെ അതേപോലെ ടെക്നോളജി, പ്രോപ്പർ ആയിട്ടുള്ള ടെക്നോളജി ഇല്ലാതിരിക്കുക, അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാതെ വരിക, പിന്നെ റോ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി, ഇതെല്ലാം ചോദ്യചിഹ്നങ്ങളാണ്. നമുക്കറിയാം എന്തെങ്കിലും സാധനം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം there are 4 factors of production. ഏതൊക്കെയായിരുന്നു? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഈ 4 കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ വളരെ പാടാണ്. ലാൻഡ് ഉണ്ടെങ്കിൽ ലേബർ കിട്ടിയില്ല, ലേബറും ലാൻഡും ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അടുത്ത് പൈസ ഉണ്ടാവുകയില്ല, ക്യാപിറ്റൽ ഉണ്ടാവുകയില്ല അല്ലെ. അപ്പോൾ അങ്ങനെ പല പ്രോബ്ലംസ് കൂടിയാണ് നമ്മുടെ സ്മോൾ ബിസിനസ്സുകൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വളർന്നു വരുന്ന കാര്യത്തിൽ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബിക്കോസ് നമുക്കറിയാം ഇപ്പോൾ ഒരു സ്മോൾ ഇൻഡസ്ട്രി മാനുഫാക്ചർ ചെയ്യുന്ന സാധനം പോലെ ആയിരിക്കില്ല ഒരു എക്സ്പോർട്ട് ചെയ്യുന്ന സാധനം. ലോക്കലി നമ്മൾ കൊടുക്കുന്ന ഒരു പാക്കേജിംഗ് പോലെ അല്ല നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ എത്ര അടിപൊളിയായിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ പോലും അത് വളർന്ന് ഒരു ലെവലിലോട്ട്, ഒരു ക്വാളിറ്റേറ്റീവ് ലെവലിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ടേക്സ് ടൈം ആൻഡ് എഫേർട്സ്. അത് എപ്പോഴും എല്ലാ സ്മോൾ ബിസിനസ്സുകൾക്കും ചിലപ്പോൾ സാധിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ പ്രോബ്ലംസിനെ തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വന്നിരിക്കുന്നത്. ഏറ്റവും ആദ്യമാണ് ഫിനാൻസ്. അറിയാലോ, പൈസ ജനറേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അത് അത്ര ഈസി ടാസ്ക് അല്ല. എത്രയൊക്കെ ലോൺ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും അതൊന്നും പെട്ടെന്ന് സാങ്ഷൻ ആയിട്ട് കിട്ടുന്ന പരിപാടികളല്ല. എല്ലാവർക്കും ഒന്നും അത് സാങ്ഷൻ ആയി കിട്ടത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് ഇടുന്ന കാര്യത്തിൽ എല്ലാവർക്കും അത് സാധിക്കണമെന്ന് നിർബന്ധമില്ല. നെക്സ്റ്റ് ആണ് റോ മെറ്റീരിയൽസ്. നമ്മുടെ ബിസിനസ്സിന് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് ചിലപ്പോൾ നമ്മുടെ നാട്ടിലോ കിട്ടണമെന്നില്ല അല്ലെ. അപ്പം പിന്നെ അതേപോലെ തന്നെ എവിടെയായിരിക്കും അത് അവൈലബിൾ ആവുന്നത്, ക്വാളിറ്റി ഉള്ള ഒരു റോ മെറ്റീരിയൽ ആണോ, ഇതെല്ലാം അടുത്ത ചോദ്യചിഹ്നങ്ങളാണ്, ചലഞ്ചസ് ആണ്. മൂന്നാമതാണ് മാനേജറിയൽ സ്കിൽ ഓഫ് ഓൺടർപ്രണേഴ്സ്. അതായത് നമ്മുടെ ബിസിനസ് ഇടുകയൊക്കെ ചെയ്യാം, നമുക്ക് ബിസിനസ്സിന് ലോണൊക്കെ എടുത്ത് എല്ലാം റെഡിയൊക്കെ ആക്കി, പക്ഷെ നമുക്ക് നേരെ ചൊവ്വേ ഒരു ബിസിനസ് റൺ ചെയ്യാനുള്ള സ്കില്ലില്ല, അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസ് ശരിയല്ല എന്നുണ്ടെങ്കിലോ തീർച്ചയായും അതും അടുത്തൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഫോർത്ത് വൺ ആണ് ലേബർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ നാട് വളരെ ലേബർ ഇന്റൻസീവ് ആണ്. ചുറ്റും നോക്കിയ ആൾക്കാരാണ്, നാട്ടുകാരാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും കറക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസ്, അറിവുള്ള എംപ്ലോയീസ് കിട്ടുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു റെഡ് ഫ്ലാഗ് തന്നെയാണ്. അടുത്തായിട്ടൊരു ചാലഞ്ചിങ് ടാസ്ക് ആണ് ഇന്നത്തെ കാലത്ത്, ദാറ്റ് ഈസ് മാർക്കറ്റിംഗ്. മാർക്കറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ആണെങ്കിലും സേവനമാണെങ്കിലും ഇന്നത്തെ കാലത്ത് പല ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ഉണ്ട് അല്ലെ. എന്തെങ്കിലും നമ്മൾ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു വലിയ പവർഫുൾ വെപ്പൺ ആണ് ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എന്താണ് ഓഫ്ലൈൻ മാർക്കറ്റിംഗ്, ഇതെല്ലാം ഒരു ചാലഞ്ചാണ്.
ഇതിനൊക്കെ കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ അധികമാണ്. അത് എന്തുമാത്രം ക്ലിക്ക് ആവും, എന്തുമാത്രം സക്സസ്ഫുൾ ആകും എന്നുള്ളത് നമുക്ക് പരീക്ഷിച്ച് നോക്കിയാൽ മാത്രം അറിയാവുന്ന കുറെ ടാസ്ക് ആണ്. അപ്പോൾ അതൊരു സ്മോൾ സ്കെയിൽ ബിസിനസിനെ സംബന്ധിച്ച് അതൊരു റിയൽ ചാലഞ്ച് തന്നെയാണ്. നെക്സ്റ്റ് കംസ് ദ ക്വാളിറ്റി. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, തീർച്ചയായും പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഫോറിൻ മാർക്കറ്റ് മാത്രമല്ല ലോക്കൽ മാർക്കറ്റിൽ പോലും അതിനിടെ കിട്ടത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തായിട്ടാണ് ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ മുടക്കിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ 4 മെഷീനറി മേടിച്ച് വെച്ചു. പക്ഷേ ആ മെഷീനറി 4 നമ്മൾ അതേ രീതിയിൽ പ്രവർത്തിപ്പിച്ച് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അതനുസരിച്ചുള്ള പ്രൊഡക്ഷൻ നടത്തിയാൽ മാത്രമാണ് നമ്മൾ ഇത് വിജയിക്കുള്ളൂ. അപ്പോൾ അത് പലപ്പോഴും അങ്ങനെ നടക്കണമെന്നില്ല. ബിക്കോസ് ഓഫ് ദ ഫോളോവിംഗ് റീസൺസ്. ഫോളോവിംഗ് അല്ല, മേളി പറഞ്ഞിരിക്കുന്ന കാരണം കൊണ്ടും ആവാം. അതായത് റോ മെറ്റീരിയൽസ് കിട്ടാതിരിക്കോ, അത് മെഷീനറി പോലും ഉപയോഗിക്കാൻ അറിയാൻ മേലാത്ത ആൾക്കാരെ കിട്ടുമോ ഒക്കെ ചെയ്യുന്നത് അതിൻ്റെതായ ഓരോ റെഡ് ഫ്ലാഗുകൾ ആണ്. ദെൻ 8th വൺ ആണ് ടെക്നോളജി, യൂസ് ഓഫ് ടെക്നോളജി. അത് ടെക്നോളജിയുടെ അവൈലബിലിറ്റി മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സ്മോൾ ബിസിനസ്സുകൾ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ലോ കോസ്റ്റ് ടെക്നോളജി ആയിരിക്കും അവർ യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെതായ ഒരു ഡിലേയും അതേപോലത്തെ കാലതാമസവും ഒക്കെ ചിലപ്പം പ്രൊഡക്ഷനിൽ വന്നുകൊണ്ടിരിക്കും. അതേപോലെ നമുക്ക് ലാക്ക് ഓഫ് നോളജ്. നമ്മളിപ്പം ലേറ്റസ്റ്റ് ടെക്നോളജി കൊണ്ടുവന്നാൽ പോലും ഇപ്പം നമുക്കറിയാം AI കാലഘട്ടമാണ്, അല്ലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു എറയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ പോലും നമുക്ക് നമ്മുടെ എംപ്ലോയീസിന് ആ ഒരു ടെക്നോളജി ആയിട്ട് ഫെമിലാരിറ്റി ഇല്ല, യൂസ് ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ടെക്നോളജി ഇൻകൾക്കേറ്റ് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ലാണ്ടാവും. നമ്മുടെ ആ ഒരു ടെക്നോളജി യൂട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടിരിക്കും. അതേപോലെ 9th വൺ ആണ് സിക്നസ്. സിക്നസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത് പനി പിടിച്ച് കിടക്കുക എന്നല്ല. ഇവിടുത്തെ സിക്നസ് എന്ന് പറയുമ്പോഴത്തേക്കും 2 രീതിയിലാണ്. ഒന്നാമത് ഇന്റേണൽ സിക്നസ്, അടുത്തതാണ് എക്സ്റ്റേണൽ സിക്നസ്. സിക്നസ് എന്ന് പറയുമ്പോൾ എന്താണ്, പനി പിടിച്ചിരിക്കുന്ന അവസ്ഥയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, പോരായ്മ എന്നാണ്, അല്ലെ? അപ്പൊ നമ്മുടെ ബിസിനസിന്റെ ഉള്ളിൽ തന്നെ ഇന്റേണലി തന്നെ പല രീതിയിൽ നമ്മുടെ ക്വാളിറ്റീനെ കുറയ്ക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ, വർക്കേഴ്സ് തമ്മിൽ ഒരു ഒത്തൊരുമയില്ലായ്മ, അതല്ലെങ്കിൽ ഇപ്പൊ നേരെ മേളി പറഞ്ഞ പോലെ തന്നെ റോ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യാൻ പറ്റാതെ വരിക, ഫിനാൻസ് കിട്ടാതെ വരിക, അതേപോലെ ലേബർ ഫോഴ്സ് തമ്മിൽ ഇടി വഴക്കും ഒക്കെ ഉണ്ടാകുക. ഇതെല്ലാം എന്ന് പറയുമ്പോൾ ഇന്റേണലി ഉണ്ടാകുന്ന ഓരോ പ്രോബ്ലംസ് ആണ്. ഇന്റേണൽ സിക്നസ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഇനി എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരിക്കലും നമുക്ക് കൺട്രോളബിൾ അല്ലാത്ത ഫാക്ടേഴ്സ് ആവാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ബാങ്കിൽ ചെന്നു ലോണിന് വേണ്ടി, അപ്പം നമ്മൾ ലോൺ ഒരു 10 lakh rupees ചോദിച്ചു, ബാങ്ക് തരികയില്ല എന്ന് പറഞ്ഞു, ഒരു 5 lakhs തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ ബിസിനസ് വിചാരിച്ച പോലെ നടത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതെന്താണ്, ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് എക്സ്റ്റേണൽ സിക്നസ്. ഇനി അടുത്ത പോയിന്റ് ആണ്, ദാറ്റ് ഈസ് ഗ്ലോബൽ കോമ്പറ്റീഷൻ. ഗ്ലോബൽ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ വലിയൊരു ചാലഞ്ച് തന്നെയാണ്, അല്ലെ? അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ആണെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു സ്മോൾ ടെക്സ്റ്റൈൽസിന്റെ ഷോപ്പ് ഉണ്ട്, അവിടെയാണ് ടെക്സ്റ്റൈൽസ് പോട്ടെ എന്നാൽ നമുക്ക് മാറ്റി പിടിക്കാം. ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ നമുക്കൊരു സാധാരണഗതി നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ്, നമുക്ക് ഒരു ബേക്കറിയോ അല്ലെങ്കിൽ നമുക്കൊരു ഷോപ്പോ ഉണ്ട്, നമ്മൾ ഇതുവരെ അവിടെ നിന്നായിരിക്കും മേടിച്ചുകൊണ്ടിരുന്നത്. അന്നേരമായിരിക്കും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവിടെ കൊണ്ടുപോയിട്ട് KFC വരുന്നത്, അല്ലെ? അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇത്രയും നാളും ബോണ്ടയും പരിപ്പൊടിയൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന പാവം നാട്ടുകാർ നേരെ ചെന്നിട്ട് പല പല ഓഫർ ഉണ്ട്, അല്ലെ? 99 rupees തൊട്ട് സ്റ്റാർട്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു 10 ബോണ്ട അല്ലെങ്കിൽ 10 പരിപ്പട മേടിക്കുന്നതിന് പകരം നമ്മൾ നേരെ ചെന്നിട്ട് ഇവിടെ ഒരു പീസ് KFC 99 rupees മേടിച്ച് കഴിക്കാൻ പോകും. അപ്പം ഇതൊക്കെ എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഗ്ലോബൽ കോമ്പറ്റീഷൻ. ഇത്രയും വലിയ മാർക്കറ്റ് ലീഡേഴ്സ് ഒക്കെ നമ്മുടെ സൊസൈറ്റിയിൽ വന്ന് ബിസിനസ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവിടെ സഫർ ചെയ്യുന്നത് നമ്മുടെ സ്മോൾ ബിസിനസ്സുകളാണ് എന്ന് ചുരുക്കം. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറച്ച് ഏരിയ ആണ്. അതായത് ഗവൺമെന്റിന്റെ അസിസ്റ്റൻസ്. വാട്ട് ആർ ദ ഗവൺമെന്റ് അസിസ്റ്റൻസ് പ്രൊവൈഡഡ് എന്നാണ്. നമ്മുടെ ഗവൺമെന്റ് ഏതൊക്കെ രീതിയിലാണ് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ അസിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാം വരും ഇതിന്റെ അകത്ത്. പൈസ, ഫിനാൻസിന്റെ കാര്യം, ടെക്നോളജിയുടെ കാര്യം, അറിവിന്റെ കാര്യം, ഇതിന്റെ അകത്തെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഗവൺമെന്റിന് റോൾ ഉണ്ട്, ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഗവൺമെന്റ് നേരിട്ട് ഒരിക്കലും ചെയ്യുന്നില്ല, അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ഥാപനങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ ഇവിടെ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട്. നമ്മുടെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സപ്പോർട്ടുകളാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട്. അടുത്തതാണ് മാർക്കറ്റിംഗ് സപ്പോർട്ട്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ അവിടെ 2-3 കാര്യങ്ങളെ പറ്റി, 2-3 സ്ഥാപനങ്ങളെ പറ്റി പഠിക്കും. ഒന്നാമത്താണ് നബാർഡ്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഫുൾ ഫോം ഒന്നും എഴുതുന്നില്ല, അത് തന്നെ മനസ്സിലാക്കിയാൽ മതി. NABARD, നബാർഡ്. നബാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അപ്പോൾ ഇത് പലപ്പോഴും നമ്മുടെ ക്വസ്റ്റൻസിൽ ചോദിച്ചിട്ടുണ്ട്. ഈ 3 സ്ഥാപനങ്ങൾ, 3-4 സ്ഥാപനങ്ങൾ നമ്മൾ പഠിക്കും, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. നബാർഡ് എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ നബാർഡിനെ പറ്റി പഠിക്കാനാണെങ്കിൽ ഏറ്റവും ആദ്യം എഴുതേണ്ടത് എന്താണ്, ഇറ്റ് ഈസ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഇനി നമ്മൾ ഈ സ്ഥാപനത്തിനെയൊക്കെ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിന്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കുക. രണ്ടാമതായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അത് എന്നാണ് നിലവിൽ വന്നത്. അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ നബാർഡ് നിലവിൽ വന്നത് 1982 എന്ന് ഓർക്കുക. ഇറ്റ് കെയിം ഇൻ ടു എഫക്ട് ഇൻ 1982. ഇനി അടുത്തതായിട്ട് ഇതിന്റെ ലക്ഷ്യം, ഇത് എന്തിനാണ്, എന്നാണ്, എന്തിനാണ്, ഇങ്ങനത്തെ 3 ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഇവിടെ ആൻസർ കണ്ടെത്തേണ്ടത്. ഈ 3 സ്ഥാപനങ്ങളെ പറ്റി പഠിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇവ എന്താണ്, അതേപോലെ എന്നാണ് ഇതിനെ സ്ഥാപിച്ചത്, അതേപോലെ ഇത് എന്തിനാണ് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നബാർഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഇതും സ്മോൾ അതേപോലെ തന്നെ മീഡിയം മൈക്രോ എന്റർപ്രൈസസിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവയ്ക്ക് ആവശ്യമുള്ള ലോണും അവർക്ക് ആവശ്യമുള്ള അഡ്വൈസറി സർവീസസ്, കൺസൾട്ടൻസി സർവീസസ്, അതേപോലെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റുകൾ, അതായത് റൂറൽ പ്രദേശങ്ങളിൽ താമസിക്കുന്ന, ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന സ്മോൾ മീഡിയം എന്റർപ്രൈസസുകൾക്ക് എങ്ങനെ അവർക്ക് ബിസിനസ് നടത്താം എന്നുള്ളതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ആണ് ഈ നബാർഡ് ഓഫർ ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് സെക്കൻഡ് പോയിന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്, ദാറ്റ് ഈസ് RSBDC. ഓർക്കുക, നമ്മുടെ 3 ക്വസ്റ്റൻസ് എന്താണെന്നുള്ള ചോദ്യം, അല്ലെ? എന്നാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്, പിന്നെ അതേപോലെ അതിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇതിന്റെ ഫുൾ ഫോം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ ഇതിന്റെ ഫുൾ ഫോം ആണ് ദ റൂറൽ സ്മോൾ ബിസിനസ് ഡെവലപ്മെന്റ് സെന്റർ, RSBDC എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് എന്നാണ് ചോദിക്കേണ്ട കാര്യമില്ല. ഇത് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് നബാർഡ്. അതായത് നബാർഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് RSBDC എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് എയിംസ് അറ്റ് പ്രൊവൈഡിംഗ് മാനേജ്മെന്റ് ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട് ടു കറന്റ് ആൻഡ്
പ്രോസ്പെക്റ്റീവ് മൈക്രോ ആൻഡ് സ്മോൾ ഓൺടർപ്രണേഴ്സ് ഇൻ റൂറൽ ഏരിയാസ്. അതായത് ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന റൂറൽ ഏരിയാസിൽ താമസിക്കുന്ന ഓൺടർപ്രണേഴ്സ് ബിസിനസ് പീപ്പിൾക്ക് വേണ്ടിയിട്ട് ടെക്നിക്കൽ സപ്പോർട്ടും അതേപോലെ തന്നെ നബാർഡ് ഫംഗ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പോലത്തെ സ്കിൽ അപ്ഗ്രഡേഷൻ പ്രോഗ്രാമുകൾ, വർക്ക്ഷോപ്പുകൾ, ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. ഇനി മൂന്നാമത്തെ സ്ഥാപനമാണ് NSIC. ഇനി ഇതെന്താണ്? ഇറ്റ് ഈസ് നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ. ഇത് എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്നത് 1955 എന്ന് ശ്രദ്ധിക്കുക. ഇത് ബേസിക്കലി നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ദിസ് ഫോക്കസസ് ഓൺ ദ കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ്. അതായത് സപ്ലൈ ഇൻഡിജീനിയസ് ആൻഡ് ഇമ്പോർട്ടഡ് മെഷീൻസ് ഓൺ ഈസി ഹയർ പർച്ചേസ് ടേംസ്. അതായത് വലിയ വലിയ മെഷീനുകളൊക്കെ ആവശ്യമുള്ള ഒരു ബിസിനസ് പ്രൊജക്ട് ആണെന്നുണ്ടെങ്കിൽ അത് ഈസിലി ഹയർ ചെയ്യാൻ പറ്റുക. ഹയർ ചെയ്യാന്ന് വെച്ചാൽ വാടകയ്ക്ക്, അപ്പം ഹയർ സിസ്റ്റത്തിൽ മേടിക്കാൻ പറ്റണം. പ്രൊക്യൂർ, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഇൻഡിജീനിയസ് ആൻഡ് ഇമ്പോർട്ടഡ് റോ മെറ്റീരിയൽസ്, എക്സ്പോർട്ട് ദ പ്രൊഡക്ട്സ് ഓഫ് സ്മോൾ ബിസിനസ് യൂണിറ്റ്സ് ആൻഡ് ഡെവലപ്പ് എക്സ്പോർട്ട് വർത്തിനെസ്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. എക്സ്പോർട്സിനെ കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജോബാണ് ബേസിക്കലി ഈ ഒരു ഓർഗനൈസേഷൻ ചെയ്യുന്നത്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു നമ്മുടെ ലക്ഷ്യത്തിൽ, അതായത് 2 ലക്ഷ്യം ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത് മാനുഫാക്ചറിംഗ് സപ്പോർട്ടും ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടും, ഗവൺമെന്റ് അസിസ്റ്റൻസിൽ പറഞ്ഞത് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടും അതേപോലെ നമ്മൾ പറഞ്ഞ മാർക്കറ്റിംഗ് സപ്പോർട്ടും ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടിന് 3 കാര്യങ്ങൾ പഠിച്ചു, 3 സ്ഥാപനങ്ങളെ പറ്റി പഠിച്ചു. അവ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തായിട്ട് പഠിക്കാനുള്ളത് വെച്ചാൽ വാട്ട് ആർ ദ മാർക്കറ്റിംഗ് സപ്പോർട്ട് സ്കീംസ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സപ്പോർട്ട് എന്താണ് ചെയ്യുന്നത്. ബിക്കോസ് നമുക്ക് ഇന്നത്തെ കാലത്ത് അറിയാം, പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ എങ്ങനെ പോയാലും നമ്മൾ മാർക്കറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊരിക്കലും സക്സസ് ആവുകയില്ല. അത് എത്തിക്കേണ്ട ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പം മാർക്കറ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഓഫ്കോഴ്സ് ഇതിന്റെ സപ്പോർട്ട് ഒരു ബാക്ക് ബോൺ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഗവൺമെന്റ് തന്നെയാണ്, MSME ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഇനി ഇതിന്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്താണ് ഓർഗനൈസിംഗ് ഇന്റർനാഷണൽ എക്സിബിഷൻസ് ഇൻ ഫോറിൻ കൺട്രീസ് ബൈ NSIC ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ഇന്റർനാഷണൽ എക്സിബിഷൻസ്. അപ്പോൾ നമുക്ക് ഓൾറെഡി പഠിച്ചിരുന്നായിരുന്നു അതിൽ NSICയുടെ സ്പെഷ്യാലിറ്റി എന്താണ്. അപ്പോൾ ഈ NSICകൾ വഴി എന്താണ് ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിൽ ഇന്റർനാഷണൽ ട്രേഡ് കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം. ഇനി അടുത്ത സെക്കൻഡ് പോയിന്റ് ആയിട്ടാണ് പറയുന്നത് ഓർഗനൈസിംഗ് ഡൊമസ്റ്റിക് എക്സിബിഷൻസ്. അപ്പം ഇന്റർനാഷണൽ മാത്രമല്ല, നമുക്ക് രണ്ടാമത്തെ പറയാൻ പറ്റുന്ന ഡൊമസ്റ്റിക് ആയിട്ടുള്ള എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതും അടുത്തൊരു ലക്ഷ്യമാണ്, ഡൊമസ്റ്റിക് എക്സിബിഷൻസ്. ഇനി അതേപോലെയാണ് കോ സ്പോൺസറിംഗ് ഓഫ് എക്സിബിഷൻസ്. അതേപോലെ തന്നെ എങ്ങനെ നമുക്ക് കോ സ്പോൺസർ ചെയ്യാൻ പറ്റും. ഒരു എക്സിബിഷൻ എന്ന് പറയുമ്പോൾ അത് തന്നെ നല്ലൊരു ചിലവുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ കോ സ്പോൺസർ ചെയ്യുന്ന വഴി നമുക്ക് കോസ്റ്റുകൾ റിഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിന്റെ ഒരു എഫക്റ്റീവ്നെസ്സിനെ കോംപ്രമൈസ് ചെയ്യാണ്ട് നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് നടത്താൻ പറ്റും. ഇതൊക്കെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇതിനൊക്കെയുള്ള സപ്പോർട്ടാണ് നമ്മുടെ MSME ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, NSIC ബേസിക്കലി പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നാലാമത്താണ് ബയർ സെല്ലർ മീറ്റ്സ്. ഇനി ഇവിടെ ബയർ സെല്ലർ മീറ്റ്സ് എന്ന് പറയുമ്പോൾ ഓർക്കണ്ട, നമ്മളുമായിട്ട് ഡീൽ ചെയ്യുന്ന എല്ലാ ബയോസിന്റെയും സെല്ലേഴ്സിന്റെ മീറ്റ് എന്നല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രീമിയം ബയോസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി ആണെങ്കിലും റെയിൽവേ എന്നൊക്കെ പറയുമ്പോഴാണെങ്കിലും അവർക്കൊരു മോണോപ്പൊളി ഉണ്ട് അല്ലേ. അവർ ഒത്തിരി അധികം നമ്മൾ പർച്ചേസ് ചെയ്യുന്നവരല്ല, അല്ലെങ്കിൽ അവർ ഒത്തിരി വലിയൊരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്നവരല്ല. അപ്പം ഇപ്പോൾ നമ്മളൊരു ഡ്രസ്സിന്റെ തുണിക്കട എന്നൊക്കെ പറയുമ്പോൾ, ടെക്സ്റ്റൈൽസിന്റെ ഷോപ്പ് എന്ന് പറയുമ്പോൾ വളരെയധികം കോമ്പറ്റേറ്റീവ്നെസ് ഉള്ള ഒരു ഫീൽഡാണ്. പക്ഷേ ഈ പറയുന്ന കുത്തക അല്ലെങ്കിൽ മോണോപ്പൊളി ഫേസ് ചെയ്യുന്ന കുറേ സ്ഥാപനങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറേ മാനുഫാക്ചറിംഗ് യൂണിറ്റുകളുണ്ട്. അതിൻ്റെയൊക്കെ എന്ന് പറയുമ്പോൾ അവർ വളരെ റെയർ ആയിട്ടുള്ള നമ്മുടെ ബയോസ് ആണ്. അതായത് നമ്മുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് റെയിൽവേസ്, ഡിഫൻസ്, കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റുകൾ എന്നൊക്കെ പറയുമ്പോൾ അവർ റെയർ ആയിട്ടുള്ള നമ്മുടെ ബയോസ് ആണ്. അപ്പം അവയായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റെഗുലർ ബേസിസിൽ മീറ്റപ്പ് അറേഞ്ച് ചെയ്യുക, അതേപോലെ തന്നെ ബൾക്ക് ഓർഡേഴ്സ് കളക്ട് ചെയ്യുക, പിന്നെ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യുക, സജഷൻസ് എടുക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ നാലാമത്തെ പോയിന്റ് യൂസ് ചെയ്യുക. ഇനി അടുത്തതാണ് ഇന്റൻസീവ് ക്യാമ്പയിൻസ് ആൻഡ് മാർക്കറ്റിംഗ് പ്രൊമോഷൻ ഈവന്റ്സ്. അതായത് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രൊമോ ഈവന്റ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതികൾ എന്താണ് മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഉണ്ട്, ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ നമുക്കും കൂടി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അതിനെയാണ് ബേസിക്കലി ഇന്റൻസീവ് ക്യാമ്പയിൻസ് ആൻഡ് മാർക്കറ്റിംഗ് പ്രൊമോഷൻ ഈവന്റ്സിൽ കവർ ചെയ്യുന്നത്. ഇനി വേറെ ചില അതർ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഇതെല്ലാം ബേസിക്കലി എന്തിനാണ് ചെയ്യുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് വലിയൊരു പിടുത്തമൊന്നും കാണില്ല, എങ്ങനെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് കണ്ടക്ട് ചെയ്യാം. അപ്പോൾ അവയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇതുപോലത്തെ പദ്ധതികളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, സോ ദാറ്റ് ദി ക്യാൻ സപ്പോർട്ട് ദ സ്മോൾ, മീഡിയം ആൻഡ് മൈക്രോ എന്റർപ്രൈസസ്. അതേപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്തോ ഒരു തകരാറാന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഇവിടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് കൊണ്ട് തീർത്തിട്ടില്ല. മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ജസ്റ്റ് ഇടയ്ക്ക് കയറി വന്ന ഒരു പോർഷനാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതായത് ഈ 3 സ്ഥാപനങ്ങൾ മാത്രമല്ല നമ്മുടെ ഒരു പ്രോജക്റ്റിലെ ഇൻഫ്രാസ്ട്രക്ചറോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമല്ല, ഇവിടെ ഒരു കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കൂടി ഇവിടെ നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിൽ നാലാമത്തതാണ് ദാറ്റ് ഇസ് SIDBI, that is Small Industries Development Bank of India. എന്നാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ദാറ്റ് ഇസ് 2 April 1990 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. നമ്മുടെ ക്വസ്റ്റിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കാത്ത ഒരു കാര്യമാണ്, ബട്ട് അറിഞ്ഞിരിക്കുക 2 April 1990. ഇനി ഇത് എന്തിനാണ് ബേസിക്കലി നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അല്ലെ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ബാങ്കിങ്ങിന്റെ ഫംഗ്ഷൻസ് എല്ലാം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ബേസിക്കലി SIDBI. അപ്പോൾ നമുക്ക് ഒരു സാധാരണഗതിയിൽ നമുക്ക് സേവിംഗ്സ് അക്കൗണ്ട് തുടങ്ങാൻ SIDBI പോയി തുടങ്ങാൻ പറ്റുമോ? ഇല്ല. ഇത് ബേസിക്കലി പ്രൊവൈഡ് ചെയ്യുന്നതാണ്, ഇറ്റ് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു വേരിയസ് ബിസിനസ് ഓർഗനൈസേഷൻസ്. അതായത് വേരിയസ് ആയിട്ടുള്ള സ്മോൾ
ആയിട്ടുള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് സിഡ്ബിയുടെ ബേസിക് ഒബ്ജക്റ്റീവ്. ഇനി അടുത്തതാണ് NCEUS. ഇനി NCEUS എന്ന് പറയുമ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ എന്റർപ്രൈസസ് ഇൻ ദ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ ഫോം. ഇനി ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് സെപ്റ്റംബർ 2004 എന്ന് മനസ്സിലാക്കുക. ഇതിന്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്താണ്? അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ടു റെക്കമെൻഡ് മെഷേഴ്സ് കൺസിഡേർഡ് നെസസറി ഫോർ ഇംപ്രൂവിംഗ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് സ്മോൾ എന്റർപ്രൈസ് ഇൻ ദ ഇൻഫോർമൽ സെക്ടർ. അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ടറിനെയാണ് ഇവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം നമ്മുടെ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ബാങ്കുകൾക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് തോന്നിയപടി അല്ലെങ്കിൽ അവിടുത്തെ മാനേജറിന് തോന്നുകയാണ് നാളെ അങ്ങ് ഡെപ്പോസിറ്റ്സ് ഒക്കെ ഒന്ന് ഓഫ് ചെയ്തേക്കാം, സ്റ്റോപ്പ് ചെയ്തേക്കാം, ചെയ്യാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് അവരെന്ന് പറയുമ്പോൾ ദേ ആർ പാർട്ട് ഓഫ് എ ഹൈറാർക്കി. അവരൊരു കൺസോർഷ്യം അല്ലെങ്കിൽ അവരൊരു ഗ്രൂപ്പിന്റെ ഭാഗമാണ്. RBI ആണ് ഇതെല്ലാം ഗവൺ ചെയ്യുന്നത്. RBI കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ മെയിൻ ഏതെങ്കിലും ബാങ്ക് ഉണ്ടെങ്കിൽ അവരുടെ ഹെഡ് ഓഫീസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ റീജിയണൽ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ കുറലങ്ങാട് അല്ലെങ്കിൽ നമ്മുടെ കടുത്തുരുത്തിയിലുള്ള ഒരു ബാങ്കിന്റെ ബ്രാഞ്ചിന് ഒരു പവറും ഇല്ല. ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ സുപ്പീരിയർ ആയിട്ടുള്ള യാതൊരു പവറും ഇവർക്ക് എടുക്കാൻ സ്വന്തമായിട്ട് എടുക്കാൻ സാധിക്കില്ല. അപ്പം അവരൊരു ഹൈറാർക്കിയുടെ ഭാഗമാണ്, ഒരു പ്രോസസിന്റെ ഭാഗമാണ് അല്ലെ. അപ്പം ദിസ് ഇസ് കോൾഡ് ആൻ ഓർഗനൈസ്ഡ് സ്ട്രക്ചർ. ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണിത്. പക്ഷേ നമ്മൾ സാധാരണഗതി നമ്മുടെ ഇവിടെ കാണുന്ന ചെറിയ സ്മോൾ ബിസിനസ് പീപ്പിൾ എന്താണ്, അവർക്ക് ഇപ്പം പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കുകയാണ്, ഓക്കെ നാളത്തെ ഒരു ബിസിനസ് വേണ്ട, സ്റ്റോപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ, അവർക്ക് ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട ആവശ്യമില്ല. സോ അതൊക്കെയാണ് ബേസിക്കലി അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് വിളിക്കുന്നത്. ദേ ക്യാൻ ഹാവ് ദെയർ ഓൺ ഡിസിഷൻസ്. അപ്പോൾ അങ്ങനത്തെ സ്ഥാപനങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ അവർക്ക് എപ്പോൾ വേണേലും ഒരു ഫെയിലിയർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു അസിസ്റ്റൻസ്, അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട്, ടെക്നോളജിക്കൽ സപ്പോർട്ട് ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതാണ് ദ നാഷണൽ കമ്മീഷൻ ഫോർ എന്റർപ്രൈസസ് ഇൻ ദി അൺഓർഗനൈസ്ഡ് സെക്ടർ. അതേപോലെ നോക്കുകയാണെങ്കിൽ 6ാമത്തെ പോയിന്റ് ആണ്, ദറ്റ് ഇസ് RWED, അതായത് റൂറൽ ആൻഡ് വിമൻ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്. അപ്പോൾ പേരിൽ തന്നെ നമുക്കറിയാം ദറ്റ് ഇസ് റൂറൽ ആൻഡ് വിമൻ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്. ഇത് ഡെവലപ്പ് ആയിരിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല, ബട്ട് ഇറ്റ് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2005 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ദറ്റ് ഇസ് റൂറൽ ആൻഡ് വിമൻ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്. അപ്പോൾ പേര് പോലെ തന്നെ എന്തായിരിക്കും, ഇവിടെ റൂറലി താമസിക്കുന്ന ഓൺടർപ്രണേഴ്സ്, അതേപോലെ വിമൻ ഓൺടർപ്രണേഴ്സ് മെയിൻലി, അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യുക, അവർക്ക് അഡ്വൈസറി സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, ട്രെയിനിങ്ങൾ കൊടുക്കുക. ഇതൊക്കെയാണ് ബേസിക്കലി ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. വിമനെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ള കോൺസെപ്റ്റ് ആണ് ദറ്റ് ഇസ് WASME, അതായത് വേൾഡ് അസോസിയേഷൻ ഫോർ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1980 എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇതൊന്നും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തരാത്ത കാര്യങ്ങളാണ്, ഔട്ട് ഓഫ് ദ ടെക്സ്റ്റ് ബുക്ക് സാധനങ്ങളാണ്. പക്ഷേ ഇത് ഉറപ്പായും നമുക്ക് എസ്എ ക്വസ്റ്റൻ ആയിട്ടോ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട കാര്യങ്ങളാണിത്. എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, എന്നാണ് അതിന്റെ ഫുൾ ഫോം എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഈ സ്ഥാപനം എന്തിനു വേണ്ടിയിട്ടാണ് എന്നെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക. ഇവിടെ എന്ന് പറയുമ്പോൾ WASME എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ബേസിക്കലി വേൾഡ് അസോസിയേഷൻ ആണെന്ന് മനസ്സിലാക്കുക. അതായത് ഇത് ഒരേ ഒരു ഇന്റർനാഷണൽ സ്ഥാപനമാണ്. എന്തിനാണ്? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന്റെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരേ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി ജസ്റ്റ് ബേസിക്കലി ഇത്രയും thorough ആയിട്ടൊന്നും ചോദിക്കാറൊന്നുമില്ല. ബേസിക്കലി ഈ കോൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കുക. ഈ സ്ഥാപനങ്ങളുടെ ഒക്കെ പേര് ഓർത്തിരിക്കുക. സ്ഫൂർത്തി എന്ന് പറയുമ്പോഴത്തേക്കും ഹിന്ദിയിൽ ഒരു വേർഡ് എന്ന് വെച്ചാൽ സ്പീഡ് എന്നാണ്. സ്പീഡ് എന്നാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. തേജ് എന്നൊക്കെയും പറയാറുണ്ട്. സ്ഫൂർത്തി എന്ന് പറയുമ്പോൾ വളരെ റാപ്പിഡ് ആയിട്ട്, സ്പീഡ് ആയിട്ട് എന്നൊക്കെ ഒരു മീനിങ് ഉണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക ദിസ് ഇസ് എ സ്കീം ഓഫ് ഫണ്ട് ഫോർ റീജനറേഷൻ ഓഫ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്. അടുത്തായിട്ട് 9ാമത്താണ് ദ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റേഴ്സ്, DICs. ഇപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടതായിരുന്നു ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റേഴ്സ്. ഇനി അടുത്ത് നോക്കാനുള്ളതെന്ന് വെച്ചാൽ വാട്ട് ആർ ദ വേരിയസ് ഇൻസെന്റീവ്സ്, എന്തൊക്കെ നേട്ടങ്ങളാണ് അല്ലെങ്കിൽ ബെനിഫിറ്റുകളാണ് അഡീഷണലി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ, പക്ഷേ ഈ സ്ഥാപനങ്ങളൊക്കെ എന്തിനാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ എന്തൊക്കെയാണ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓരോ സ്ഥാപനത്തിനും അതിൻ്റെതായ ഫംഗ്ഷൻസ് ഉണ്ട്, അത് ശരിയാണ്. പക്ഷേ എന്നാൽ പോലും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വാട്ട് ആർ ദി ഇൻസെന്റീവ്സ്. ആദ്യത്തെ ലാൻഡിനെ പറ്റി ചൊല്ലുവാണെങ്കിൽ ഭൂമിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം അതിന് മേളിൽ റെന്റ് ചാർജ് ചെയ്യാറുണ്ട് അല്ലെ, റെന്റ് അല്ലെങ്കിൽ വാടക ചാർജ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ റെന്റലിന്റെ കാര്യത്തിൽ ചിലപ്പോൾ ചില ഇളവുകളൊക്കെ വരുത്താറുണ്ട്. ഇനീഷ്യൽ ഇയേഴ്സ് ഇപ്പോൾ നമ്മളൊരു 10 വർഷത്തേക്കാണ് ഇടുന്ന ബിസിനസ് എങ്കിൽ ആദ്യത്തെ ഒരു 5 വർഷം അല്ലെങ്കിൽ 8 വർഷത്തേക്ക് നമ്മൾ ചിലപ്പം അതിന്റെ ഒരു പേയ്മെന്റ് കൊടുക്കേണ്ടി വരികയില്ല. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഓരോ ജസ്റ്റ് എക്സാമ്പിൾസ് മാത്രമാണ്. അപ്പം ലാൻഡ് ഇസ് വൺ ഫാക്ടർ. ഇനി രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ പവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇലക്ട്രിസിറ്റി. അത് നമ്മൾ ഏത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും വി നീഡ്, എങ്ങനെ ഒരു സ്വയം തൊഴിലാണെങ്കിൽ പോലും മെജോറിറ്റി ഇൻഡസ്ട്രീസിനും പവർ എന്ന് പറയുന്നത് നെസസറി ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണ്. ഇനി ഇവിടെ എന്താണ്, ഈ പെർട്ടിക്കുലർ ഇൻഡസ്ട്രീസിന് 50% ലെസ് ആയിട്ട് കൺസെഷൻ ആയിട്ട് 50%, ഇപ്പം നമുക്ക് ഒരു 100 രൂപയാണ്, 100 കാലം കഴിഞ്ഞില്ലേ, 1000 രൂപയാണ് നമ്മുടെ ബില്ലെങ്കിൽ ഇവർക്ക് നേരെ പകുതി രൂപയായിരിക്കും കൊടുക്കുക. ഫോർ എക്സാമ്പിൾ 500 ഇൻഡസ്ട്രീസിനൊക്കെ അതുപോലെ കുറച്ചിട്ടായിരിക്കും കൊടുക്കുക, ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻഡസ്ട്രി ടൈം. അതുപോലെ അടുത്ത റിസോഴ്സ് ആണ് വാട്ടറിന് എങ്ങനെയാണ് അവൈലബിലിറ്റി കൊടുക്കുന്നത്? വാട്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ സ്കേർസ് ആയിട്ടുള്ള റിസോഴ്സ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ വാട്ടർ ഇസ് സപ്ലൈഡ് ഓൺ എ നോ പ്രോഫിറ്റ് നോ ലോസ് ബേസിസ് ഓർ വിത്ത് 50% കൺസെഷൻ. അതായത് ആദ്യത്തെ 5 വർഷത്തേക്ക് യാതൊരു ചാർജും ഇല്ല. അങ്ങനെയൊക്കെ രീതിയിൽ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് സെയിൽസ് ടാക്സിന്റെ കാര്യത്തിൽ സെയിൽസ് ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല എല്ലാ യൂണിയൻ ടെറിട്ടറീസും. അപ്പോൾ ഇവിടെ തന്നെയാണെങ്കിലും നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഈ തീരദേശം കോസ്റ്റൽ ഏരിയാസ് എന്ന് പറയും. കോസ്റ്റൽ ഏരിയാസിൽ ടാക്സ് വളരെ കുറവാണ്. അത് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. പക്ഷേ പല ആൾക്കാരും ഡ്രസ്സസ് മേടിക്കാനും പിന്നെ സാധനങ്ങളൊക്കെ ഈ വീട് പണിക്കുള്ളതൊക്കെ മേടിക്കാൻ വേണ്ടി തീരദേശത്ത് കോസ്റ്റൽ ഏരിയകളിൽ പോകാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ടാക്സ് എന്ന് പറയുമ്പോൾ വളരെ മിനിമലാണ്, ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ബേസിക്കലി എന്തിനാണ്? ഇറ്റ് ഇസ് ടു ബ്രിങ് സ്മോൾ ആൻഡ് മീഡിയം ഓർ മൈക്രോ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഇനി ഒക്ട്രോയ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് വേറെ സാധനം നമ്മൾ അക്കൗണ്ടൻസിലൊക്കെ കണ്ടിട്ടുള്ളത് ഒക്ട്രോയ് പേ ചെയ്തു എന്നൊക്കെ. ഒക്ട്രോയ് എന്ന് പറയുമ്പോൾ ഇതൊരു പെർട്ടിക്കുലർ എക്സ്പെൻസ് ആണ്. നമ്മുടെ ഈ എന്താണ് നമ്മുടെ ലോഡിംഗ് ചാർജസ് എന്നൊക്കെ പറയുന്ന പോലെ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു എക്സ്പെൻസ് ആണ് ഒക്ട്രോയ് എന്ന് പറയുമ്പോൾ.
അപ്പം പല സ്ഥാപനങ്ങളും നമ്മുടെ സ്റ്റേറ്റുകളും എന്താണ് ഈ ഒക്ട്രോയി പേയ്മെന്റിന് അങ്ങനത്തെ അഡീഷണൽ ആയിട്ടുള്ള ഒരു ചാർജ് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ടുണ്ട്, വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് റോ മെറ്റീരിയൽസിന്റെ കാര്യത്തിൽ, അതേപോലെ തന്നെയാണ് ഫിനാൻസിന്റെ കാര്യത്തിൽ ലോണൊക്കെ വളരെ കൺസെഷണൽ റേറ്റിലൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമുക്കറിയാം, പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും, അതായത് നമുക്കൊരു 10 ലാക്സിന്റെ ലോൺ ഉണ്ടെങ്കിൽ 7 ലാക്സ് മാത്രം തിരിച്ചടച്ചാൽ മതി. അപ്പം അതൊക്കെ എന്തിനാന്ന് വെച്ചാൽ അങ്ങനത്തെ സ്കീമുകളൊക്കെ നമ്മുടെ ബിസിനസ്സുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതേപോലെ തന്നെയാണ് കുറെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സിന്റെ കാര്യം, ബാക്ക്വേർഡ് ഏരിയകളിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ പറ്റി. അതേപോലെ തന്നെ ടാക്സ് ഹോളിഡേ എന്ന് പറയുമ്പോൾ എന്താ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. ടാക്സ് ഹോളിഡേ എന്താണ്? ഇറ്റ്സ് ബേസിക്കലി എക്സംഷൻ ഫ്രം പേയിങ് ടാക്സ് ഫോർ 5 to 10 years is given to industries established in backward, hilly and tribal areas. അപ്പം വളരെ ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലുള്ള ഓൺടർപ്രണേഴ്സിന് 5 to 10 years വരെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്നൊക്കെയുള്ള സ്കീമുകളും അവൈലബിൾ ആണ്. ഇനി വാട്ട് ഇസ് എ ഫ്യൂച്ചർ, അതായത് ഫ്യൂച്ചർ എന്താണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു രീതിയിലും ഒരു അടുത്ത മൊമെന്റിനെ പറ്റി പോലും പറയാൻ പറ്റില്ല, അല്ലെ? അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു MSME ഡിപ്പാർട്ട്മെന്റ് ഫ്യൂച്ചർ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഒരു എറയാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ് ബേസിക്കലി ഇന്ത്യ അതിന്റെ ഒരു ഭാഗമായതുകൊണ്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ് കുറേയൊക്കെ പോളിസീസും നോംസും ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ഫ്രെയിം വർക്ക് എങ്ങനെ ഒരു സ്ഥാപനം അല്ലെങ്കിൽ എങ്ങനെ ഒരു രാജ്യത്തിലെ ഓരോ സ്ഥാപനങ്ങൾ എങ്ങനെ പോകണം എന്നുള്ളതിനെ പറ്റി ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് WTO പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് മാറി ഒരു കൺട്രിക്ക് ഒരു പരിധി കൂടുതൽ മാറി ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഡിസൈഡ് ചെയ്യുന്ന പല കാര്യങ്ങളും, പല പോളിസീസും, പല ഡിസിഷൻസും നമ്മൾ ആസ് എ മെമ്പർ നമ്മളും അത് ഫോളോ ചെയ്യാൻ ബാധ്യതരാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസ് ഇനിയുള്ള മുന്നോട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ ഗ്ലോബലൈസേഷനെ നോക്കിയാൽ പോലും ഏതൊരു കൺട്രിയും എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഡൊമസ്റ്റിക് ബിസിനസിനെ ആവണം എന്നാണ് ബേസിക്കലി പറയുന്നത്. അതിനൊരു മന്ത്ര അല്ലെങ്കിൽ അവിടെ ഒരു സീക്രട്ട് മന്ത്ര പറയുന്നുണ്ട്, ദാറ്റ് ഈസ് തിങ്ക് ഗ്ലോബൽ ആക്ട് ലോക്കൽ. അപ്പൊ ഇതോടെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ആവുകയാണ്. ഇത് ബേസിക്കലി വന്നു കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് ചാപ്റ്റർ ആയിരുന്നു, അല്ലെ? ഇതിന്റെ അത് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ടേംസ് ആയിരുന്നു. അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, കോട്ടേജ് ഇൻഡസ്ട്രീസ് എന്താണ്, ഇങ്ങനത്തെ കുറെ ഇൻഡസ്ട്രികളുടെ ടൈപ്പുകൾ നമ്മൾ പഠിച്ചു. പിന്നെ ഇന്നത്തെ കാലം എന്ന് വെച്ചാൽ വിമൻ ഓൺടർപ്രണർഷിപ്പിന്റെ കാലം ആയതുകൊണ്ട് തന്നെ വിമൻ ഓൺടർപ്രണർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്ന കുറെ സ്കീമുകളൊക്കെ നമ്മൾ കണ്ടായിരുന്നു, അല്ലെ? അത് മറന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പം അതൊക്കെ നമ്മൾ ഓർത്തിരുന്ന് കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഡെഫിനേഷൻസും ഇതിന്റെ ഫുൾ ഫോമുകളും ഇയറുകളും ഒക്കെ പഠിച്ചിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബേസിക്കലി നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ മൊത്തത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.